ലൈഫ് 3.0 എന്നുള്ളൊരു പുസ്തകത്തിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അമേരിക്കയിലെ MIT ഉണ്ട്, മസാച്യുസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. അവിടുത്തെ ഫിസിക്സിലെ ഒരു പ്രൊഫസറായ മാക്സ് ടെഗ്മോർക്ക് എഴുതിയ ഒരു പുസ്തകമാണ് ലൈഫ് 3.0 ബീയിങ് ഹ്യൂമൻ ഇൻ ദ ഏജ് ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നുള്ള പുസ്തകം. നിർമ്മിത ബുദ്ധിയുടെ ഈ കാലത്ത് എങ്ങനെ നമുക്ക് ഒരു മനുഷ്യനായി ജീവിക്കാം എന്നുള്ളതാണ് മാക്സ് ടെഗ്മോർക്കിൻ്റെ ഈ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നത്. ഈ പുസ്തകത്തിനെ കുറിച്ച് ഓർക്കാനുണ്ടായ കാരണം കഴിഞ്ഞ 2-3 മാസങ്ങൾക്കിടയിൽ ഉണ്ടായ 2 സംഭവങ്ങളാണ്. ഒന്ന്, 16 വയസ്സുകാരിയായ ഒരു പെൺകുട്ടി വിർച്വൽ റേപ്പിന് വിധേയമായി എന്നൊരു വാർത്ത നമ്മളൊക്കെ കഴിഞ്ഞ മാസങ്ങളിൽ പത്രങ്ങളിൽ വായിച്ചു. പത്രമാധ്യമങ്ങളൊക്കെ വളരെ പ്രാധാന്യത്തോട് കൂടിയിട്ടാണ് ഈ വാർത്തനെ പബ്ലിഷ് ചെയ്യേണ്ടായിരുന്നത്. അതിൽ ഒരു പെൺകുട്ടി ഒരു AI ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഗെയിം കളിക്കുകയും അവരുടെ തന്നെ സുഹൃത്തുക്കളായ 3 ചെറുപ്പക്കാർ കൂടിയിട്ട് ഈ പെൺകുട്ടിയെ വിർച്വലി റേപ്പ് ചെയ്തു എന്നുമാണ് പറയുന്നത്. ഈ പെൺകുട്ടിയുടെ AI അവതാറിനെ അവരുടെ സുഹൃത്തുക്കളുടെ AI അവതാർ വിർച്വൽ റേപ്പിന് വിധേയമാക്കി എന്നുള്ളതാണ് ഈ വാർത്തകൾ വരുന്നത്. അതിൻ്റെ വളരെ പ്രയാസകരമായ ഒരു അനുഭവം എന്താണെന്ന് വെച്ചാൽ, ഒരു സാധാരണ ഒരു ഫിസിക്കൽ റേപ്പ് വിക്ടിമിന് ഉണ്ടാകാവുന്ന എല്ലാ തരത്തിലുള്ള മാനസിക പ്രയാസങ്ങളും ഈ പെൺകുട്ടിക്ക് അനുഭവപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ AI കാലത്ത് നമ്മളാരും സാധാരണഗതിയിൽ ചിന്തിക്കാത്ത ഒരു വലിയ ഒരു അലാമിംഗ് ആയിട്ടുള്ളൊരു വിഷയത്തെക്കുറിച്ചാണ് ഈ വാർത്തയുടെ അടിസ്ഥാനത്തിൽ പത്രമാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഇതുപോലെ തന്നെ ചേർത്ത് വായിക്കേണ്ട ഒരു വാർത്തയാണ് ഇതിന് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ChatGPT ഒരു ഉപയോഗം എന്നുള്ള രീതിയിൽ വന്നിട്ടുള്ളൊരു വാർത്ത. ഏകദേശം 4 വയസ്സുള്ള അലക്സ് എന്നുള്ള UK ഒരു ചെറിയ കുട്ടിയെ, ആ കുട്ടിയുടെ അമ്മ ഏകദേശം 17ഓളം ഡോക്ടർമാരുടെ അടുത്തേക്ക് പോവുകയും അവർക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു അസുഖം ChatGPT പ്രെഡിക്റ്റ് ചെയ്തു എന്നുള്ളൊരു വാർത്തയായിരുന്നു. ഈ കുട്ടിയുടെ മെഡിക്കൽ റിപ്പോർട്ട്സും കാര്യങ്ങളൊക്കെ ChatGPTക്ക് കൊടുക്കുകയും ChatGPT ഇത് അനലൈസ് ചെയ്തിട്ട് വളരെ ലക്ഷത്തിലൊരാൾക്കൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ടെതേർഡ് കോഡ് സിൻഡ്രോം എന്നൊരു ന്യൂറോളജിക്കൽ ഡിസോർഡർ ആണ് ഈ കുട്ടിക്ക് ഉണ്ടായതെന്നൊക്കെയാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. നമ്മളിവിടെ കാണുന്നത് നിർമ്മിത ബുദ്ധിയുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ 2 എക്സ്റ്റെൻറ്റുകളാണ്. ഒന്ന്, നമുക്ക് ഹ്യൂമൻ ലൈഫിന്, മനുഷ്യ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു വളരെ പ്രൊഡക്റ്റീവായിട്ടുള്ള കംഫർട്ടബിൾ ലൈഫ് നമുക്ക് തരാൻ സാധിക്കുന്ന ഒരു പോസിറ്റീവായിട്ടുള്ള മുന്നേറ്റങ്ങളാണെങ്കിൽ, മറുവശത്ത് നമ്മൾ കാണുന്നത് വളരെ ടെറിഫയിങ് ആയിട്ടുള്ള റിസൾട്ടുകളാണ് ChatGPT പോലുള്ള AI ടൂളുകൾ നമുക്ക് തരുന്നത്. തൊഴിൽ മേഖലകളിൽ അതുണ്ടാക്കുന്ന മാറ്റങ്ങളെക്കുറിച്ച് നമ്മൾ മുമ്പ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ കാണുന്ന പല വിഷയങ്ങളിലും നിർമ്മിത ബുദ്ധിയുടെ പല രീതിയിലുള്ള ഒരു ഇടപെടലുകൾ നടക്കുന്ന സമയത്ത് നമുക്ക് എങ്ങനെ ഒരു ഹ്യൂമൻ ബീയിങ് ആയി നിർമ്മിത ബുദ്ധിയുടെ കാലത്ത് ജീവിക്കാം എന്നതിനെ കുറിച്ചാണ് ലൈഫ് 3.0 എന്നുള്ള പുസ്തകം ചർച്ച ചെയ്യുന്നത്. അതിൽ അദ്ദേഹം പറയുന്ന ഒരു വിഷയം, ഏകദേശം 13.5 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പാണ് ബിഗ് ബാങ് സംഭവിച്ചത്. 4 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പാണ് ആദ്യമായിട്ടൊരു ജീവകോശം ഭൂമിയിൽ ഉടലെടുത്തതെന്ന് പറയുന്നു. ആ ഒരു സമയം മുതൽ മനുഷ്യൻ്റെ ഒരു ജീവിതം വരെയുള്ള ഒരു സമയത്തെ നമുക്ക് ലൈഫിൻ്റെ ഒന്നാമത്തെ സ്റ്റേജായിട്ട്, ലൈഫ് 1.0 എന്നുള്ള രീതിയിൽ ഒരു ബയോളജിക്കൽ സ്റ്റേജായിട്ട് നമുക്ക് കാണാം. അതിന് അദ്ദേഹം ഒരു ഹാർഡ്വെയർ ഫേസ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. രണ്ടാമത്തെ അവസ്ഥ ലൈഫ് 2.0 എന്നുള്ളത് മനുഷ്യൻ്റെ സംസ്കാരങ്ങളും മനുഷ്യൻ ആഗ്രതകളൊക്കെ വളർന്നു വന്ന് അവസാനം ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കാര്യങ്ങൾ പഠിക്കുകയും വിഭവങ്ങളും വിദ്യാഭ്യാസവും അറിവും പരസ്പരം പങ്കുവെക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് മനുഷ്യൻ വളർന്നു. അതിനുശേഷം നമുക്ക് കൾച്ചറൽ എക്സ്ചേഞ്ചുകൾ ഉണ്ടായി, നോളജ് എക്സ്ചേഞ്ചുകൾ ഉണ്ടായി, പരസ്പരം നമ്മൾ ആ അറിഞ്ഞ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്ന ഡിസിഷൻ മേക്കിംഗ് ലെവലിലേക്ക് കൂടെ നമ്മൾ വന്നു. അതാണ് ലൈഫ് 2.0 എന്ന് പറയുന്നത്. ഒരു തരം ഹാർഡ്വെയർ മാത്രമല്ലാതെ വിവേചനമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ ലെവലിലേക്ക് കൂടെ നമ്മൾ ഉയർന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ ലൈഫിൻ്റെ സ്റ്റേജിനെ പറയുന്നത്. മൂന്നാമത്തെ സ്റ്റേജിനെ ലൈഫ് 3.0 എന്ന് മാക്സ് ടെഗ്മോർക്ക് വിശേഷിപ്പിക്കുന്നത് ഈ കാര്യങ്ങളെല്ലാം നോളജ് അക്വിസിഷൻ ആണെന്നുണ്ടെങ്കിലും ഡിസിഷൻ മേക്കിംഗ് ആണെങ്കിലും എല്ലാം തന്നെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള മെഷീൻ ഇൻ്റലിജൻസ് ഈ കഴിവുകളൊക്കെ നേടുന്ന ഒരു അവസ്ഥയെക്കുറിച്ചാണ്. അതൊരു ഇമാജിനറി ഫേസ് ആണ് അദ്ദേഹം പറയുന്നുണ്ടെങ്കിൽ കൂടി പുതിയ കാലത്ത് ChatGPT മുതൽ മറ്റ് AI മോഡലുകൾ തരുന്ന റിസൾട്ടുകൾ കാണുമ്പോൾ നമ്മൾ ആ ഒരു ലൈഫ് 3.0 സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നൊരു അഭിപ്രായം. അദ്ദേഹം അതിൽ ഈ കാര്യങ്ങളൊക്കെ അറിയുകയും വായിക്കുകയും കാണുകയും ചെയ്യുന്ന നമ്മൾക്കിടയിലുള്ള മനുഷ്യന്മാരുടെ 3 സ്വഭാവങ്ങളെ കുറിച്ച് കൂടെ പറയുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു ഡിജിറ്റൽ ഉട്ടോപ്യൻസ് ആയിട്ടുള്ള ആളുകളാണ്. നമ്മൾ ഈ കാര്യങ്ങൾ ഒക്കെ കാണുന്ന സമയത്ത് AI തന്നെയാണ് എല്ലാം, അല്ലെങ്കിൽ AI ഈസ് ഈക്വൽ ടു ഗോഡ് എന്നൊക്കെ വായിക്കാൻ കഴിയുന്ന ഒരു കമ്മ്യൂണിറ്റി നമ്മുടെ നാട്ടിലുണ്ട്. വളരെ ചെറിയ മൈനോറിറ്റി ഒന്നും അല്ല അത്. ഇപ്പോൾ വളരെ ഫാസ്റ്റായിട്ട് ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ലിബറൽ തോട്ടുകളൊക്കെ അതിൻ്റെ ഒരു പാർട്ടായിട്ട് വരുന്ന കാര്യങ്ങൾ തന്നെയാണ്. AI ഉട്ടോപ്യൻസ് ആണ് അദ്ദേഹം അതിനെ വിശേഷിപ്പിക്കുന്നത്.
രണ്ടാമത്തെ ഒരു കമ്മ്യൂണിറ്റി എന്നുള്ളത് ടെക്നോ സ്കെപ്റ്റിക്സ് എന്നാണ് അദ്ദേഹം വിശേഷിപ്പിക്കുന്നത്. അതായത് അവരൊരിക്കലും ടെക്നോളജിയിൽ വിശ്വസിക്കുന്നേ ഇല്ല. AI ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റങ്ങളും ഉണ്ടാക്കുന്നില്ല, നമ്മളൊക്കെ ഒരിക്കലും അതിൻ്റെ ഭാഗമാകാനേ പോകുന്നില്ല എന്നുള്ള രീതിയിലുള്ള കാഴ്ചപ്പാടുകളുള്ള ഒരു ന്യൂനപക്ഷത്തിനെ കുറിച്ചാണ് ടെക്നോ സ്കെപ്റ്റിക്സ് എന്ന് അദ്ദേഹം വിശേഷിപ്പിക്കുന്നത്. എന്നാൽ മൂന്നാമത്തെ ഒരു കാറ്റഗറി ബെനഫിഷ്യൽ AI എന്ന് പറയുന്ന ഒരു കാറ്റഗറിയെ കുറിച്ചാണ് ആ പുസ്തകത്തിൻ്റെ ഒരു പ്രധാന സന്ദേശം എന്ന് നമുക്കണെങ്കിൽ പറയാം. മാക്സ് ടെഗ്മോർക്കിൻ്റെ തന്നെ ഇനീഷ്യേറ്റീവിൽ വന്നിട്ടുള്ള ഫ്യൂച്ചർ ഓഫ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് അമേരിക്കയിലുള്ള. അതിൽ നിർമ്മിത ബുദ്ധി അഥവാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ എങ്ങനെ മനുഷ്യ നന്മയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താം എന്നുള്ളതിനെ കുറിച്ചുള്ള ചൂടേറിയ ചർച്ചകളും ഡിസ്കഷൻസും ഡിബേറ്റുകളും ഒക്കെ നടത്തുന്ന അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടന കൂടിയാണ് ഈ ഫ്യൂച്ചർ ഓഫ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ളത്. അപ്പോൾ നമ്മൾക്ക് ഈ രണ്ട് ഉദാഹരണങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു 16 വയസ്സുകാരി പെൺകുട്ടിയെ വിർച്വൽ റേപ്പിന് വിധേയമാക്കി എന്നുള്ള ഒരു വാർത്തയും ChatGPT ഉപയോഗിച്ച് 17ഓളം എക്സ്പേർട്ട് ആയിട്ടുള്ള ന്യൂറോ സർജന്മാർക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത അസുഖം ChatGPT കണ്ടെത്തി എന്ന് പറയുന്ന വാർത്തയും കൂടെ ചേർത്ത് വെച്ചുകൊണ്ട് നമ്മളൊന്ന് വിലയിരുത്തേണ്ടതുണ്ട്. നമ്മുടെ നാട്ടിൽ നമ്മുടെ ചുറ്റുപാടുകൾ നിർമ്മിത ബുദ്ധി വരുത്തുന്ന മാറ്റങ്ങളെ നമ്മൾ എന്നും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ നിമിഷം പോലും നമ്മളത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് മാറ്റങ്ങൾ ഉൾക്കൊള്ളുമ്പോഴും ബീയിങ് ഹ്യൂമൻ ഇൻ ദ ഏജ് ഓഫ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന ഒരു AI കാലത്ത് എങ്ങനെ ഒരു നല്ല മനുഷ്യനായി ജീവിക്കാം എന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ നമ്മൾക്കിടയിലും നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും നമ്മുടെ സാങ്കേതിക മേഖലകളിലൊക്കെ ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്.